വെൽക്കം ബാക്ക് ടു ദി ക്ലാസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെത്തഡോളജി ഓഫ് ടീച്ചിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ ആയിട്ടുള്ള ബ്ലൂംസ് ടാക്സോണമിയെക്കുറിച്ചാണ്. നമ്മൾ ബി എഡ് പഠിച്ച ആളുകൾ ബി എഡിലും എം എഡിലും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് ബ്ലൂംസ് ടാക്സോണമി. ഞാൻ ആദ്യമായിട്ട് ചോദിക്കട്ടെ, ഈ ബ്ലൂംസ് ടാക്സോണമിക്ക് നമ്മുടെ എഡ്യൂക്കേഷനുള്ള പ്രാധാന്യം എന്താണ്? ഒരു ക്ലാസ് റൂമിൽ ഈ ബ്ലൂംസ് ടാക്സോണമിയുടെ ഇമ്പോർട്ടൻസ് എന്താണ്? അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, ഒരു ക്ലാസ് റൂമിൽ ഒരു ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ ആ ടീച്ചർക്ക് ഉണ്ടായിരിക്കേണ്ട ഒരുപാട് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ടീച്ചർ ക്ലാസ്സിലൊരു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ ആ എക്സാമിൽ ടീച്ചർ ഉൾപ്പെടുത്തേണ്ട ചില ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ആ ഒബ്ജക്റ്റീവ്സ് ആണ് വേണമെങ്കിൽ ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. സ്വാഭാവികമായിട്ടും ക്ലാസ്സിൽ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും അല്ലേ. നന്നായിട്ട് പഠിക്കുന്ന കുട്ടി ഉണ്ടാവും, പഠനത്തിൽ മോശമുള്ള കുട്ടി ഉണ്ടാവും, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് കാറ്റഗറി ആയിട്ടുള്ള കുട്ടികളുണ്ടാവും, സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. അപ്പം അവരുടെ എല്ലാം ലെവൽസിനനുസരിച്ചുള്ള കാര്യങ്ങൾ ടീച്ചർക്ക് പഠിപ്പിക്കാൻ പറ്റണം. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു എക്സാം കണ്ടക്ട് ചെയ്യുകയാണ്. ആ എക്സാമിൽ നമ്മൾ കാണുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ മിക്കവാറും ബിലോ ആവറേജ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, ആവറേജ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, എബോ ആവറേജ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇങ്ങനെ ക്വസ്റ്റ്യൻസിന് നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ് എന്താണ്? തീരെ പിന്നോക്കം നിന്ന കുട്ടിക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും, ആവറേജ് ഉള്ള ആൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി അതല്ല, ഒരു എബോ ആവറേജിലുള്ള സ്റ്റുഡൻസിനെയും നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇതാണ് എക്സാം നമ്മൾ നടത്തുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയാണ് ബ്ലൂംസ് ടാക്സോണമിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഈ ബ്ലൂംസ് ടാക്സോണമി എന്നുള്ള വാക്കിന് അർത്ഥം എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ എന്നാണ്. ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ടാക്സോണമി ഓഫ് കോഗ്നിറ്റീവ് ഒബ്ജക്റ്റീവ്സ് ആണ്. കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തിങ്കിങ് ആണ് അല്ലേ. അപ്പോൾ തിങ്കിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്ലാസിഫിക്കേഷനാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഈ ബ്ലൂംസ് ടാക്സോണമി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ബെഞ്ചമിൻ ബ്ലൂം എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. ബെഞ്ചമിൻ ബ്ലൂം എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് നമ്മുടെ ബ്ലൂംസ് ടാക്സോണമി എന്ത് ചെയ്തത്, ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഡെവലപ്പ് ചെയ്ത വർഷം എന്ന് പറയുന്നത് 1950-കളിലാണ്. ഏകദേശം ഒന്ന് പ്രോപ്പറായിട്ട് പറഞ്ഞാൽ 1956 ബെഞ്ചമിൻ ബ്ലൂമാണ് നമ്മുടെ ഈ ഒരു ബ്ലൂംസ് ടാക്സോണമി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. 1956 ബെഞ്ചമിൻ ബ്ലൂം എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റാണ്. അപ്പോൾ അമേരിക്കൻ എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ബെഞ്ചമിൻ ബ്ലൂം 1956 ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ടാക്സോണമി എന്ന് പറയുന്നത്, ബ്ലൂംസ് ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ്. ദെൻ എന്തിനു വേണ്ടിയിട്ടാണ് ബ്ലൂം എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഈ ടാക്സോണമി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്? അത് സ്റ്റുഡൻസിനെ, കുട്ടിയുടെ ഹയർ ഓർഡർ തിങ്കിങ്ങിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? കുട്ടിയെ ഹയർ ഓർഡർ തിങ്കിങ്ങിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബെഞ്ചമിൻ ബ്ലൂം 1956 ഇങ്ങനെയൊരു സംഗതി ഡെവലപ്പ് ചെയ്തിട്ടുള്ള അദ്ദേഹം അമേരിക്കൻ സയൻറ്റിസ്റ്റാണ്. ദെൻ Bloom's taxonomy is a set of 3 hierarchical models used to classify educational learning objectives into levels of complexity and specificity. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതൊരു ഹയറാറിക്കൽ അറേഞ്ച്മെൻ്റ് ആണ്. എന്താ ഹയറാറിക്കൽ അറേഞ്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ? സിമ്പിൾ ടു കോംപ്ലക്സ് എന്നാണ്. സിമ്പിളായ കാര്യങ്ങളിൽ നിന്ന് കോംപ്ലക്സിലോട്ടുള്ളതിനെ പറയുന്ന പേരാണ് ഒരു ഹയറാറിക്കൽ അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലൂം നടത്തിയത് ഒരു ഹയറാറിക്കൽ അറേഞ്ച്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു 1956 ബ്ലൂം എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ടാക്സോണമി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. എന്നാൽ 1990s ലോറിൻ ആൻഡേഴ്സൺ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പഴയ സ്റ്റുഡൻറ്റ്, അദ്ദേഹത്തിൻ്റെ ഒരു പഴയ വിദ്യാർത്ഥി എന്ത് ചെയ്തു, ഈ
അദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ടാക്സോണമി ഒന്ന് റിവൈസ് ചെയ്തു. 1950കളിൽ, കൃത്യമായി പറഞ്ഞാൽ 1956 ബെഞ്ചമിൻ ബ്ലൂം എന്ത് ചെയ്തു? നമ്മുടെ ടാക്സോണമി ഡെവലപ്പ് ചെയ്തു. അദ്ദേഹം ഒരു അമേരിക്കൻ സയൻറ്റിസ്റ്റ് ആയിരുന്നു. പക്ഷേ 1990കളിൽ ലോറിൻ ആൻഡേഴ്സൺ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഫോമർ സ്റ്റുഡൻറ്റ് എന്ത് ചെയ്തു? അദ്ദേഹം ഉണ്ടാക്കി വെച്ച ടാക്സോണമി ഒന്ന് റിവൈസ് ചെയ്തു. എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തിട്ടില്ല, ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബ്ലൂംസ് ടാക്സോണമി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരേണ്ട സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത് ബെഞ്ചമിൻ എസ് ബ്ലൂമാണ്. 1950കളിൽ എന്ന് വെച്ചാൽ 1956 അദ്ദേഹം ഇത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ ടാക്സോണമി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ഒരു അമേരിക്കൻ എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റ് കൂടെയാണ്. ദെൻ നമ്മൾ പറഞ്ഞു 1990കളിൽ അദ്ദേഹത്തിൻ്റെ ഫോമർ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ലോറിൻ ആൻഡേഴ്സൺ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ ഈ ടാക്സോണമിയെ റിവൈസ് ചെയ്തു. ഇനി നമുക്ക് പറയാനുള്ളത്, ഈ ടാക്സോണമിയുടെ എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സിന് ബെഞ്ചമിൻ ബ്ലൂം എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സിനെ 3 കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തതാണ് കൊഗ്നിറ്റീവ് ഡൊമൈൻ, സെക്കൻഡ് വൺ അഫക്റ്റീവ് ഡൊമൈൻ, തേർഡ് വൺ സൈക്കോമോട്ടർ ഡൊമൈനാണ്. എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സിനെ നമ്മുടെ ബെഞ്ചമിൻ എസ് ബ്ലൂം 3 എന്ത് ചെയ്തു? കാറ്റഗറൈസ് ചെയ്തു. ഒന്ന് കൊഗ്നിറ്റീവ് ഡൊമൈനാണ്, സെക്കൻഡ് വൺ അഫക്റ്റീവ് ഡൊമൈനാണ്, തേർഡ് വൺ സൈക്കോമോട്ടർ ഡൊമൈനാണ്. ഇത് 3 പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ കൊഗ്നിറ്റീവ് ഡൊമൈനിൽ ഒരു ഹൈറാർക്കി ഉണ്ട്, അഫക്റ്റീവ് ഡൊമൈനിന് ഒരു ഹൈറാർക്കി ഉണ്ട്, സൈക്കോമോട്ടറിന് ഒരു ഹൈറാർക്കി ഉണ്ട്. ഈ 3 ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് നമ്മുടെ കൊഗ്നിറ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നത്. 3 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് കൊഗ്നിറ്റീവ് ഡൊമൈൻ. കാരണം ഇതാണ് നമ്മുടെ ഒരു ലേണിങ്ങുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബെഞ്ചമിൻ എസ് ബ്ലൂം എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സിനെ 3 കാറ്റഗറൈസ് ചെയ്തു. ഫസ്റ്റ് വൺ കോഗ്നിറ്റീവ് ഡൊമൈൻ, സെക്കൻഡ് വൺ അഫക്റ്റീവ് ഡൊമൈൻ, തേർഡ് വൺ സൈക്കോമോട്ടോർ ഡൊമൈൻ. ദെൻ അതിനുശേഷം നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ആദ്യത്തേതായിരുന്നല്ലോ കൊഗ്നിറ്റീവ് ഡൊമൈൻ. കൊഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് തിങ്കിങ് ആണ് അല്ലേ. നമ്മുടെ ചിന്തകയുമായി ബന്ധപ്പെട്ടതാണ് കൊഗ്നിറ്റീവ്. അല്ലെങ്കിൽ ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് എബൌട്ട് നോവിങ് ആണ്. നോവിങ് ദാറ്റ് മീൻസ് ദി തിങ്കിങ്. നമുക്കറിയാം, നമ്മൾ ചിന്തയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ മെമ്മറൈസ് നമ്മുടെ ചിന്തയുമായി ബന്ധപ്പെട്ടതാണ്. ഓർഗനൈസേഷൻ അല്ലേ, അറേഞ്ച്മെൻറ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ കൊഗ്നിറ്റീവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ കൊഗ്നിറ്റീവ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കോമൺ ആയിട്ട് ചിന്തിക്കേണ്ടത് എന്താണ്? അത് നമ്മുടെ ചിന്തയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയാണ്, അല്ലെങ്കിൽ ചിന്തയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഹൈറാർക്കിയെ വിളിക്കുന്ന പേരാണ് കൊഗ്നിറ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നത്. സെക്കൻഡ് ഡൊമൈനാണ് അഫക്റ്റീവ് ഡൊമൈൻ. അഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമോഷണലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതാണ് അഫക്റ്റീവ് ഡൊമൈൻ. അപ്പോൾ അഫക്റ്റീവ് ഡൊമൈനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഇമോഷണൽ തിങ്കിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഫോർ എക്സാമ്പിളാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് അബൌട്ട് ആറ്റിറ്റ്യൂഡ്സ്, ഫീലിംഗ് അല്ലേ. ആറ്റിറ്റ്യൂഡും ഫീലിങ്സും ഒക്കെ നമ്മുടെ ഇമോഷണലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അഫക്റ്റീവ് ഡൊമൈൻ റിലേറ്റഡ് വിത്ത് അവർ എമോഷണൽസ്. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് സൈക്കോമോട്ടോർ ഡൊമൈൻ ആണ്. ലാസ്റ്റ് വൺ ആരാണ്? സൈക്കോമോട്ടോർ ഡൊമൈൻ. സൈക്കോമോട്ടോർ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് അവർ ആക്ടിവിറ്റിയാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, നമ്മുടെ മോട്ടോർ സ്കില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ പറഞ്ഞു, ബ്ലൂംസ് 3 ഡൊമൈനായിട്ട് മാറ്റിയിട്ടുണ്ട്. ഒന്ന് കൊഗ്നിറ്റീവ് ഡൊമൈനാണ്. കൊഗ്നിറ്റീവ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് അവർ തിങ്കിങ് ആണ്. സെക്കൻഡ് വൺ അഫക്റ്റീവ് ഡൊമൈൻ. അഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഏതുമായി ബന്ധപ്പെട്ടതാണ്? നമ്മുടെ ഇമോഷനുമായി ബന്ധപ്പെട്ടതാണ്. തേർഡ് വൺ സൈക്കോമോട്ടർ ഡൊമൈൻ. സൈക്കോമോട്ടർ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വർക്കുമായി അല്ലെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സൈക്കോമോട്ടർ ഡൊമൈൻ എന്ന് പറയുന്നത്. ദെൻ നമുക്ക് പറയാനുള്ളത്, ബെഞ്ചമിൻ എസ് ബ്ലൂമിൻ്റെ 1956 കണ്ടെത്തിയിട്ടുള്ള ആ ഒരു ടാക്സോണമി, ആ ഒരു ക്ലാസിഫിക്കേഷനാണ് നമ്മൾ പറയുന്നത്. ഇത് റിവൈസ്ഡ് അല്ല, ആദ്യമുള്ളതാണ്, ഓൾഡ് വേർഷനാണ്. ഇവിടെ ഓൾഡ് വേർഷനിൽ നമ്മൾ സിമ്പിൾ ടു കോംപ്ലക്സ് ആണ് പറയുന്നത്. ഈ ടാക്സോണമിൽ, ഈ ഒരു ഹൈറാർക്കിയിൽ സിമ്പിൾ ടു ലേണിങ്ങിലെ സിമ്പിൾ ടു കോംപ്ലക്സ് ആയിട്ടാണ് നമ്മൾ ഇതിനെ അറേഞ്ച് ചെയ്തത്. ഏറ്റവും താഴെ മുതലാണ് ഇതിൻ്റെ സിമ്പിൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, മുകളിലോട്ട് പോകുന്തോറും കോംപ്ലക്സ് ആണ്.
അപ്പോൾ താഴെ സിമ്പിളാണ്, മുകളിലോട്ട് പോകുന്നതോറും എന്താണ്, കോംപ്ലക്സ് ആണ്. അപ്പോൾ നമുക്കൊന്ന് പറയാം. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് നോളജ്. സെക്കൻഡ് വൺ കോംപ്രിഹെൻഷൻ. തേർഡ് വൺ അപ്ലിക്കേഷൻ. ഫോർത്ത് വൺ അനാലിസിസ്. ഫിഫ്ത്ത് വൺ സിന്തസിസ്. സിക്സ്ത് വൺ ഇവാലുവേഷൻ. 6 സ്റ്റേജുകളാണുള്ളത്. ബ്ലൂംസ് ടാക്സോണമിയുടെ ഹൈറാർക്കിയാണ് നമ്മൾ പറയുന്നത്. ഏറ്റവും ബേസിലുള്ളത് ആരാണ്, നോളജാണ്. സെക്കൻഡ് വൺ കോംപ്രിഹെൻഷൻ ആണ്. തേർഡ് വൺ അപ്ലിക്കേഷൻ ആണ്. ഫോർത്ത് വൺ അനാലിസിസ് ആണ്. ഫിഫ്ത്ത് വൺ സിന്തസിസ് ആണ്. ഫൈനൽ സ്റ്റേജിലുള്ളത് ഇവാലുവേഷനാണ്. അപ്പോൾ ആദ്യത്തെ ആരാണ്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ബ്ലൂംസിൻ്റെ ആ ഒരു ഫസ്റ്റ് സ്റ്റേജ് ആരാന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും നോളജാണ്. ഏറ്റവും അതിൻ്റെ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ആരാണ്, ഇവാലുവേഷനാണ്. ഓക്കെ, അപ്പം ഈ ഒരു ഓർഡർ നിങ്ങൾ ഓർത്തു വെക്കണം. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് ടാക്സോണമിയുടെ ബ്ലൂംസ് ടാക്സോണമിയുടെ ഓൾഡ് വേർഷനാണ്. നമുക്കിനി ഈ പറഞ്ഞിരിക്കുന്ന 6 കാര്യങ്ങൾ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. അതിൽ ഒന്നാമത്താണ് നോളജ് എന്ന് പറയുന്നത്. നോളജ് എന്ന് പറഞ്ഞാൽ ദി റീകോൾ ഓഫ് സ്പെസിഫിക് ഐറ്റംസ് ആണ്. എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു കാര്യം ഓർത്തെടുക്കുക. അതാണ് അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്റ്റേജ് അല്ലേ. മറ്റൊരു രീതി പറയാൻ നമ്മൾ കാണാപ്പാടം പഠിക്കലുണ്ട് അല്ലേ, സ്പൂൺ ഫീഡിംഗ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ പഠിപ്പിക്കുകയാണ് ഒരു കുട്ടിയെ, ഒരു ത്രികോണത്തിൻ്റെ ഏതൊരു ത്രികോണത്തിൻ്റെയും 3 ആംഗിൾ കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടുന്ന കുട്ടിയെ പഠിപ്പിക്കുകയാണ്. നമ്മളത് പഠിപ്പിച്ചാൽ സ്വാഭാവികമായിട്ടും കുട്ടി അത് അങ്ങനെ തന്നെ പഠിക്കും അല്ലേ. അപ്പോൾ കുട്ടി കാണാതെ പറയുകയാണ്, എപ്പോൾ ചോദിച്ചാലും കുട്ടി പറയും ഏത് ത്രികോണത്തിൻ്റെയും 3 കോണുകൾ കൂട്ടിയാൽ സാറേ 180 ഡിഗ്രിയാണ്, 180 ഡിഗ്രിയാണ്. അത് കുട്ടി കാണാതെ ഓർത്തെടുക്കും. അതാണ് ഒന്നാമത്തെ സ്റ്റേജ് നോളജ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ കോംപ്രിഹെൻഷനാണ്. കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ നോളജിൻ്റെ തൊട്ട് മുകളിൽ നിൽക്കുന്ന ആളാണ്. അപ്പോൾ ഇവിടെ കുട്ടിക്ക് ഓർത്തെടുക്കാൻ മാത്രമല്ല കഴിയുക, കുട്ടിക്ക് അതിനെക്കുറിച്ച് കുറച്ച് എന്തൊക്കെ പറയാൻ പറ്റും, കുറച്ചധികം കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ തരികയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഒരു ത്രികോണത്തിലെ 2 കോണുകൾ 45 എന്ന് തന്നു. അപ്പോൾ 45 + 45 90 ആയി. അപ്പോൾ കുട്ടി പറയാണ്, അടുത്ത ആംഗിൾ എന്ന് പറയുന്നത് എന്തുണ്ടായിരിക്കും സാറേ, 180യിൽ നിന്ന് ഈ 2 ആംഗിളിൻ്റെ സമ്മേഷൻ കുറച്ചാൽ മതി എന്ന് വെച്ചാൽ ബാക്കി വരുന്നത് 90 ഡിഗ്രിയാണ്. അപ്പോൾ കുട്ടി വെറും കാണാപ്പാഠം പഠിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് കുട്ടിക്ക് ആ മെമ്മറൈസ് ചെയ്യുന്ന കാര്യം വെച്ചിട്ട് കുറച്ച് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിന് പറയുന്ന പേരാണെന്ത്, കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. തേർഡ് സ്റ്റേജാണ് നമ്മുടെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദി എബവ് ബട്ട് ക്യാൻ ടേക്ക് ഇൻഫർമേഷൻ ഓഫ് ആൻ അബ്സ്ട്രാക്ട് നേച്ചർ ആൻഡ് യൂസ് ഇറ്റ് ഇൻ കോൺക്രീറ്റ് സിറ്റുവേഷൻ. ഇത് നമുക്ക് കുട്ടിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുകയാണ്. അത് ലൈഫിൽ എന്ന് മാത്രമൊന്നുമല്ല അർത്ഥം, ലൈഫിലാണെങ്കിലും ഇനി അപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യനിലാണെങ്കിലും പഠിച്ച കോൺസെപ്റ്റ് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അപ്ലൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ ഏറ്റവും ബേസ് നോളജാണ്, തൊട്ടുമുകളിൽ കോംപ്രിഹെൻഷനാണ്, അതിൻ്റെ മുകളിൽ നിൽക്കുന്ന ആളാണെന്ത്, അപ്ലിക്കേഷൻ. പഠിച്ച കോൺസെപ്റ്റ് കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി അടുത്ത ഫോർത്ത് വണ്ണാണ് അനാലിസിസ് എന്ന് പറയുന്നത്. അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി പഠിച്ച കോൺസെപ്റ്റിനെ വ്യത്യസ്ത പാർട്സുകളാക്കിയിട്ട് മാറ്റാൻ പറ്റുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കുട്ടി ട്രയാങ്കിളിനെ പഠിച്ചിട്ടുണ്ട്. ആ ട്രയാങ്കിളിനെ പഠിച്ച സമയത്ത് തന്നെ കുട്ടി അതിലെ ഡിഫറൻ്റ് ആയിട്ടുള്ള കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് പഠിക്കുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 45 എന്നുള്ള ഒരു ട്രയാങ്കിൾ വന്നു കഴിഞ്ഞാൽ കുട്ടിക്ക് മനസ്സിലാക്കാൻ അടുത്ത ആംഗിൾ എത്രയേ വരുള്ളൂ, 90 വരുള്ളൂ. അല്ലെങ്കിൽ 30-60 എന്നുള്ള ആംഗിൾ വന്നു കഴിഞ്ഞാൽ കുട്ടി മനസ്സിലാക്കാൻ അടുത്ത് എന്തേ വരുള്ളൂ, 90 വരുള്ളൂ. 45 എന്ന് വന്നാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഐസോസെലസ് ട്രയാങ്കിൾ, സമപാർശ്വ ത്രികോണം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഓരോ പാർട്സുകളായിട്ട് കുട്ടി പഠിക്കുന്നതിന് അല്ലെങ്കിൽ അനലൈസ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് അനാലിസിസ് എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ തൊട്ട് മുമ്പുള്ള കാര്യങ്ങളാണ് സിന്തസിസ്. ഈ എല്ലാ പാർട്ടുകളെയും ഒരു ഹോൾ കോൺസെപ്റ്റായിട്ട് കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്നതിന് അല്ലെങ്കിൽ കുട്ടിയുടെ ആ ഒരു അപ്രോച്ചിനെ വിളിക്കുന്ന പേരാണ് സിന്തസിസ്. ദെൻ ഫൈനൽ സ്റ്റേജിൽ പറയുന്നത് ഇവാലുവേഷൻ ആണ്. ഇവാലുവേഷൻ എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ ഒരു ഹൈറാർക്കിയിലെ, ഞാൻ പറഞ്ഞു ടാക്സോണമിയുടെ ബ്ലൂംസ് ടാക്സോണമിയുടെ ഓൾഡ് വേർഷനാണ്.
ആ ഓൾഡ് വേർഷനിലെ ഫൈനൽ സ്റ്റേജാണ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇവാലുവേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അതിലെ ഏറ്റവും ഹൈറാർക്കി ആയിരുന്നു. ഏറ്റവും അതിലെ ഒരു ഹയർ ഓർഡർ തിങ്കിങ് ആയിട്ട് നമ്മുടെ ബ്ലൂംസ് പറഞ്ഞ കാര്യമായിരുന്നു ഇവാലുവേഷൻ. ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ മേക്ക് ദി ജഡ്ജ്മെൻ്റ് ആണ്, അല്ലേ, ജഡ്ജ് ചെയ്യാൻ പറ്റുക. അപ്പം ഇതാണ് നമ്മുടെ ബ്ലൂംസ് ടാക്സോണമിയുടെ ഓൾഡ് വേർഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു ആൻഡേഴ്സൺ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഓൾഡ് വേർഷനെ മാറ്റിയിട്ടുണ്ട്. അദ്ദേഹം ഇതൊരു പുതിയ വേർഷനിലോട്ട് കൊണ്ടുവന്നു, ന്യൂ വേർഷനിലോട്ട് കൊണ്ടുവന്നു. അപ്പം ഈ കാണുന്ന ഫിഗറിൽ ഇതാണ് ഈ ഒറിജിനൽ എന്ന് പറയുന്നതാണ് പഴയ വേർഷൻ. ഇവിടെ ഒറിജിനൽ എന്ന് പറയുന്നതാണ് പഴയ വേർഷൻ, ഇവിടെ റിവൈസ്ഡ് എന്ന് പറയുന്നതാണ് ന്യൂ വേർഷൻ. അപ്പം ഈ ഒറിജിനൽ എന്ന് പറയുന്നത് ആരുടേതാണ്? ഒറിജിനൽ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലൂംസിൻ്റെ ബെഞ്ചമിൻ എസ് ബ്ലൂമിൻ്റെതാണ്. റിവൈസ്ഡ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ആൻഡേഴ്സൻ്റെതാണ്. റെഡി? അപ്പം ഇവർ തമ്മിലുള്ള മാറ്റം എന്താണെന്നാണ് പ്രധാനമായിട്ടും നമുക്ക് പറയാനുള്ളത്. ബെഞ്ചമിൻ എസ് ബ്ലൂമിൻ്റെ ആ പഴയ വേർഷനിൽ അല്ലെങ്കിൽ ഒറിജിനൽ വേർഷനിൽ അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എല്ലാം നൗണുകളാണ്. നോളജ് നൗണാണ്. കോംപ്രിഹെൻഷൻ, അപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ് ആൻഡ് ഇവാലുവേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അതെല്ലാം നൗണായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ആൻഡേഴ്സൺ അത് റിവൈസ് ചെയ്ത സമയത്ത് എല്ലാം വെർബിലോട്ട് മാറ്റി. എല്ലാം വെർബുകളാണ്, നമുക്ക് കാണും എല്ലാം ING ഫോമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ കറക്റ്റ് കൃത്യമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കണം. ഓൾഡ് വേർഷനിൽ ബേസിക് ആയിട്ടുള്ള ആ ഒരു നോളജ് ലെവൽ എന്ന് പറയുന്നത് നോളജ് ആയിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നത് പുതിയ വേർഷനിൽ അത് റിമെമ്പറിങ് ആണ്. അപ്പോൾ ഇവിടെ നോക്കണം നിങ്ങൾ പ്രത്യേകിച്ച്, നോളജ് എന്നുള്ളത് എന്തായിട്ട് മാറി? റിമെമ്പറിങ് ആയി. നോളജ് എന്തായിട്ട് മാറി? റിമെമ്പറിങ് ആയി. അതുപോലെ തന്നെ വന്നൊരു മാറ്റമാണ് കോംപ്രിഹെൻഷൻ എന്നതിന് പകരം യൂസ് ചെയ്തത് അണ്ടർസ്റ്റാൻഡിങ് ആണ്. കോംപ്രിഹെൻഷന് പകരം യൂസ് ചെയ്തത് എന്താണ്? അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്ലിക്കേഷനിൽ മാറ്റമൊന്നുമില്ല. അപ്ലിക്കേഷൻ എന്നുള്ളത് അപ്ലൈയിങ് ആയി. നമ്മൾ പറഞ്ഞു നൗൺ ഉള്ളത് വേർബായി. അനാലിസിസ് എന്നുള്ളത് എന്തായി? അനലൈസിങ് ആയി. പക്ഷേ ഇവിടെ ഒരു ചേഞ്ച് ഉണ്ട്. ഇവർ തമ്മിലൊന്ന് ഇൻ്റർചേഞ്ച് ചെയ്യാണ്. ഇവിടെ സിന്തസിസിന് നേരെ കറക്റ്റ് വന്നത് ഇവാലുവേറ്റിംഗ് ആണ്. സിന്തസിസിന് നേരെ ഇവാലുവേറ്റിംഗ് ആണ്. ഇവിടെ ഇവാലുവേഷന് നേരെ വന്നത് ക്രിയേറ്റിംഗ് ആണ്. എന്ന് വെച്ചാൽ പഴയ വേർഷനിൽ ഇവാലുവേഷൻ ആയിരുന്നു അതിൻ്റെ ഏറ്റവും ഹയർ ഓർഡർ തിങ്കിങ് എന്ന് പറയുന്നത് പഴയ വേർഷനിൽ. പക്ഷേ റിവൈസ് ചെയ്തിട്ടുള്ള ടാക്സോണമിയിൽ അതിൻ്റെ ഏറ്റവും ഹയർ ഓർഡർ തിങ്കിങ് എന്ന് പറയുന്നത് ക്രിയേറ്റിംഗ് ആണ്. ഏറ്റവും ബേസ് എന്ന് പറയുന്നത് റിമെമ്പറിങ് ആണ്. ഏറ്റവും ഹയർ എന്ന് പറയുന്ന ആരാണ്? ക്രിയേറ്റിംഗ് ആണ്. അപ്പം ഈ ചേഞ്ചസ് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഒന്നുകൂടെ പറയുന്നത്. ദി നെയിം ഓഫ് 6 മേജർ കാറ്റഗറീസ് വേർ ചേഞ്ച്ഡ് ഫ്രം നൗൺ ടു വെർബ്. പ്രധാനമായ മാറ്റം എന്താണ്? നൗണിൽ നിന്ന് വെർബിലോട്ട് മാറി. സെക്കൻഡ് വൺ പറയുന്നത് ആസ് ഇറ്റ് ടാക്സോണമി റിഫ്ലെക്ട്സ് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് തിങ്കിങ് ആൻഡ് തിങ്കിങ് ഈസ് ആൻ ആക്റ്റീവ് പ്രോസസ്, വേർബ്സ് വേർ മോർ അക്യുറേറ്റ്. എന്ന് വെച്ചാൽ ഇതെല്ലാം റിലേറ്റഡ് ചെയ്യുന്നത് ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും തിങ്കിങ്ങുമായി റിലേറ്റഡ് ആണ്, അല്ലേ? നോളജ് എന്ന് പറയുന്നത് ശരിക്കും തിങ്കിങ് ആണ്. കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞാൽ അതൊക്കെ എല്ലാം തിങ്കിങ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും തിങ്കിങ് ആയതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ആക്റ്റീവായിട്ട് നമ്മൾ പറയേണ്ടതുണ്ട്. ആക്റ്റീവ് പ്രോസസ് വേർബ്സ് ആണ് എന്ത് ചെയ്യുന്നത്? ഒന്നുകൂടെ അക്യുറേറ്റ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇതിനെ ING ഫോമിലോട്ട് മാറ്റിയിട്ടുള്ളത്. പിന്നെ പറയാനുള്ളത് സബ് കാറ്റഗറീസ് ഓഫ് 6 മേജർ കാറ്റഗറീസ് വേർ ആൾസോ റീപ്ലേസ്ഡ് ബൈ ദി വേർബ്സ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. ദെൻ ഇതിൽ ചില കാര്യങ്ങൾ നമ്മൾ ചെറിയൊരു മാറ്റം വരുത്തി. വെറും ING ഫോം എന്ന് മാത്രമല്ല വന്ന ചേഞ്ച്, അതിൽ ചില സബ് കാറ്റഗറീസിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ദി നോളജ് കാറ്റഗറി വേഴ്സ് റിനെയിംഡ്, അല്ലേ? ആ നോളജ് കാറ്റഗറി എന്ത് ചെയ്തു? നമ്മൾ റിനെയിം ചെയ്തു, അല്ലേ? നോളജ് എന്നുള്ളത് ഇവിടെ ആയിരുന്നു, അത് റീനെയിം ചെയ്തിട്ട് എന്താക്കി മാറ്റിയിട്ടുണ്ട്? റിമെമ്പറിങ് ആക്കിയിട്ടുണ്ട്, അല്ലേ? റിമെമ്പറിങ്. ഓക്കെ, എല്ലാം ആക്റ്റീവ് പ്രോസസ്സാണ്. ദെൻ നമ്മുടെ കോംപ്രിഹെൻഷൻ എന്തായിട്ട് മാറി? അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് മാറി, അല്ലേ? കോംപ്രിഹെൻഷൻ എന്നുള്ള ആൾ എന്തായിട്ട് മാറി? അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ സിന്തസിസ് എന്തായിട്ട് മാറിയിട്ടുണ്ട്? ക്രിയേറ്റിംഗ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ സിന്തസിസ് എന്നുള്ള ആളാണ് ശരിക്കും എന്തായിട്ട് മാറിയത്? ക്രിയേറ്റിംഗ് ആയിട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ അത് എവിടെയാണ്? ഏറ്റവും ഹയർ ഓർഡറിലാണ് കിടക്കുന്നത്. അപ്പോൾ സിന്തസിസ് എന്ന് പറയുന്ന
വാക്കിനോട് ചേർന്ന് നിൽക്കുന്ന മീനിങ് തന്നെയാണ് ക്രിയേറ്റിങ്ങിനുള്ളത്. പക്ഷെ ആ ക്രിയേറ്റിംഗ് കിടക്കുന്നത് റിവൈസ്ഡ് ടാക്സോണമിയിലെ ഹയർ ഓർഡറാണ്. ദെൻ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പറഞ്ഞു ഇവാലുവേഷൻ എന്നുള്ള ആൾ ഇവാലുവേറ്റിംഗ് ആയിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ ഓൾഡ് വേർഷനിൽ, ഒറിജിനൽ വേർഷനിൽ ഇവാലുവേഷൻ ആയിരുന്നു ഏറ്റവും അവിടുത്തെ ഹയർ ഓർഡർ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോൾ ഹയർ ഓർഡർ ആരായി? ക്രിയേറ്റിംഗ് ആണ്. അതിൻ്റെ തൊട്ടു താഴോട്ട് ആര് പോയി? ഇവാലുവേറ്റിംഗ് പോയിട്ടുണ്ട്. അപ്പം ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം? പ്രത്യേകിച്ച് ഓർത്തെടുക്കേണ്ടതുണ്ട്. ഇനി നമ്മളിവിടെ പറയുന്നത് റിമെമ്പറിങ് എന്താണ്, അണ്ടർസ്റ്റാൻഡിങ് എന്താണ്, അപ്ലൈയിങ് എന്താണ്, അനാലിസിസ് എന്താണ്, ഇവാലുവേറ്റ് എന്താ, ക്രിയേറ്റിംഗ് എന്താണ്, ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു റിമെമ്പറിങ് എന്ന് ഉദ്ദേശിച്ചാൽ അത് റീകോൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഇൻഫർമേഷൻ എന്ത് ചെയ്യുക? റീകോൾ ചെയ്യുക, ഓർത്തെടുക്കുക. സെക്കൻഡ് സ്റ്റേജ് ആണ് അണ്ടർസ്റ്റാൻഡിങ്. നമ്മൾ പറഞ്ഞു അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഒരു കാര്യം മനസ്സിലാക്കിയ കുട്ടിക്ക് ആ ഓർത്തെടുക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് സംതിങ് ചെയ്യാൻ പറ്റും, അല്ലെ? കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിൻ്റെ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. തേർഡ് ഫേസിലോട്ട് പോകുമ്പോൾ അത് അപ്ലൈയിങ് ആണ്, അല്ല? അപ്ലൈ എന്ന് വെച്ചാൽ പഠിച്ച കാര്യം കുട്ടിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നു. കുട്ടി ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാൻ പഠിച്ചിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ ചോദിച്ചാൽ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നു, ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്നു. ദെൻ അടുത്താണ് അനാലിസിസ് എന്ന് പറയുന്നത്. അനാലിസിസ് എന്ന് പറയുന്നത് കുട്ടി വളരെ സൂക്ഷ്മമായിട്ട് കാര്യങ്ങൾ നിരീക്ഷിക്കുകയാണ്. ട്രയാങ്കിളിനെ കുറിച്ച് പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ആ ട്രയാങ്കിളിൻ്റെ ഓരോ സ്വഭാവം കുട്ടി എന്ത് ചെയ്യുകയാണ്? വളരെ സൂക്ഷ്മമായി പഠിക്കുകയാണ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടിക്ക് വേണമെങ്കിൽ മനസ്സിലാവും ട്രയാങ്കിളിലെ 3 ആംഗിൾ ഈക്വൽ ആവുക എന്ന് പറഞ്ഞാൽ ആംഗിൾ എന്തേ വരുള്ളൂ? 60 ഡിഗ്രിയാണ് വരിക എന്ന് കുട്ടി മനസ്സിലാക്കുകയാണ്. ആ ട്രയാങ്കിളിനെ വിളിക്കുന്ന പേരാണെന്ത്? എന്താ പറയുക? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് കുട്ടി മനസ്സിലാക്കുകയാണ്. അപ്പം വളരെ സൂക്ഷ്മമായി കുട്ടി എന്ത് ചെയ്യുകയാണ്? ഈ അനാലിസിങ് സ്റ്റേജിൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. അതിനുശേഷമാണ് കുട്ടി ഇവാലുവേറ്റിങ്ങിലേക്ക് പോകുന്നത്. ഇവാലുവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുട്ടി എന്ത് ചെയ്യാണ്? ജസ്റ്റിഫിക്കേഷനാണ്. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തു, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ കൊടുത്തു. അത് ഇവാലുവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുട്ടി ചെക്ക് ചെയ്യുകയാണ്, ഈ ചെയ്തത് ശരിയാണോ, പറഞ്ഞ കാര്യം ശരിയാണോ. അല്ലെങ്കിൽ ടീച്ചർ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുകയാണ്. 3 ആംഗിൾ കൊടുത്തു, എന്നിട്ട് ടീച്ചർ പറയുകയാണ് അത് 3ഉം കൂട്ടിയാൽ 180 കിട്ടും. അല്ലെങ്കിൽ ടീച്ചർ പറയുകയാണ് ഒരു ട്രയാങ്കിളിലെ ഒരു ആംഗിള് 110 ഡിഗ്രി വരും എന്ന് ടീച്ചർ പറയുകയാണെങ്കിൽ 190 ഡിഗ്രി വരും എന്ന് പറയുകയാണ്. അവിടെ നിന്നൊക്കെ കുട്ടി നടത്തുന്ന ഒരു ഇവാലുവേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. ഏറ്റവും ഹയറാർക്കി എന്ന് പറയുന്നത്, ഏറ്റവും ഹയർ ഓർഡർ തിങ്കിങ് എന്ന് പറയുന്നത് ക്രിയേറ്റിംഗ് ആണ്. അപ്പോൾ ക്ലാസ് റൂമിലുള്ള ടീച്ചേഴ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഓരോ സ്റ്റുഡൻറ്റിനെയും ഈ ഒരു ടോപ്പ് ലെവലിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ്, ക്രിയേറ്റിംഗ് ലെവലിലോട്ട്, അല്ലേ? ക്രിയേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ബുക്കിൽ ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് അതിൻ്റെ ഏരിയ കണ്ട കുട്ടി ലൈഫിൽ എന്ത് ചെയ്യാണ്? ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കാണും. സിമ്പിളായിട്ട് പറഞ്ഞാൽ കുട്ടി ബുക്കിൽ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണാൻ പഠിച്ചിട്ടുണ്ട്. ആ സെയിം കുട്ടി എന്ത് ചെയ്യാണ്? വീട്ടിൽ പോയിട്ട് കുട്ടിയുടെ ഫ്ലോറ്, അല്ലേ, ആ ഒരു നമ്മുടെ തറയുടെ ഏരിയ കാണാൻ പറ്റുകയാണ്. അല്ലെങ്കിൽ കുട്ടി ആ പഠിച്ച കോൺസെപ്റ്റ് വെച്ചിട്ട്, ഇപ്പോൾ കുട്ടി പഠിച്ചത് ട്രയാങ്കിളിൻ്റെ ഏരിയയാണ്, അല്ലേ? കുട്ടി പാരലോഗ്രാമിൻ്റെ ഏരിയ കാണുകയാണ്. എങ്ങനെ? പാരലോഗ്രാമിന് ഒരു ഡയഗണൽ വരയ്ക്കുകയാണ്, വികരണം വരയ്ക്കുകയാണ്. അപ്പോൾ പാരലോഗ്രാം എന്തായിട്ട് മാറി? 2 ത്രികോണമായിട്ട് മാറി. എന്നിട്ടത് അവിടെ അപ്ലൈ ചെയ്യാണ്. അങ്ങനെ പുതിയൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ആ പഠിച്ച കാര്യങ്ങളുമായിട്ട് വെച്ച് ചെയ്യുന്നതിനെയാണ് ക്രിയേറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കൺക്ലൂഡ് ചെയ്യുകയാണ്. നമ്മൾ പറഞ്ഞു 1950കളിൽ, അല്ലെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ 56ൽ ബെഞ്ചമിൻ എസ് ബ്ലൂമാണ് നമ്മുടെ ടാക്സോണമി എന്ത് ചെയ്തിട്ടുള്ളത്? ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ദെൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ലോറിൻ ആൻഡേഴ്സൺ 1990 എന്ത് ചെയ്തു? ആ പഴയ വേർഷൻ ഒന്ന് റിവൈസ് ചെയ്തു. ആ റിവൈസ് ചെയ്ത മാറ്റങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബെഞ്ചമിൻ എസ് ബ്ലൂമിൻ്റെ പഴയ വേർഷനിൽ ഏറ്റവും ബേസിൽ നോളജും ഏറ്റവും ടോപ്പർ എന്ന് പറയുന്നത് ഇവാലുവേഷൻ ആയിരുന്നു. ലോറിൻ ആൻഡേഴ്സൻ്റെ ഏറ്റവും ബേസിക് എന്ന് പറയുന്നത് റിമെമ്പറിങ്ങും ഏറ്റവും ടോപ്പർ ഹയർ ഓർഡർ തിങ്കിങ് എന്ന് പറയുന്നത് ക്രിയേറ്റിങ്ങുമാണ്. പിന്നെ പ്രധാനമായിട്ടുള്ള മാറ്റം പഴയതിലെല്ലാം നൗണായിരുന്നു, പുതിയതിലോട്ട് വന്നപ്പോൾ എന്തായിട്ട് മാറി? വെർബായിട്ട് മാറി. ഓക്കെ, അപ്പം ഇത്രയുമാണ് നമ്മൾ ഈ ബ്ലൂംസ് ടാക്സോണമിയിൽ പ്രധാനമായിട്ടും ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.